ഇന്ന് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കിഴങ്ങ് കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്ക് എന്തോ കറി ഉണ്ടാക്കുന്ന നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് എളുപ്പത്തിലുള്ളൊരു കറിയാണ്. അതായത് 3 മീഡിയം സൈസുള്ള ഉരുളൻകിഴങ്ങും ഒരു സവോളയും മുറിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ടു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് മിനിമം ഒരു 3 സിറ്റിയെങ്കിലും വരണം, എന്നാലേ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം ഞാനത് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഈ കറിക്കൊരു പ്രത്യേകത, വളരെ കുറച്ച് സാധനങ്ങളെ ഞാൻ ഈ കറിക്ക് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതെല്ലാവർക്കും ഉണ്ടാക്കാം. വെറും 3 ഐറ്റങ്ങളെ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുള്ളൂ. ഇപ്പം 3 സിറ്റി അടിച്ച് കുക്കറിൽ വെന്ത ആ കിഴങ്ങ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി, നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേവണം. അതായത് ശരിക്കും വെന്തില്ല എന്നുണ്ടെങ്കിൽ അതിന് കൊഴുപ്പ് കിട്ടത്തില്ല, ചാറിന് കൊഴുപ്പും കിട്ടത്തില്ല, ടേസ്റ്റും അത്രയും വരത്തില്ല. അതുകൊണ്ട് ഇതുപോലെ വെന്ത് കിട്ടണം കേട്ടോ. പകുതിയിലധികം നല്ലതായിട്ട് അങ്ങ് പൊടിയും അതിനകത്തോട്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത പരിപാടി, ഒരു പാൻ വെച്ചു, ചൂടായി, എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായി, കടുകിട്ടു. അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഇനി അടുത്തത് കരിയാപ്പില ഇട്ടു. തീ ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് കൊച്ചുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ഞാനിവിടെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി ഇല്ല എങ്കിൽ സവോള എടുത്താലും മതി. ഇന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിന്ന് കൊച്ചുള്ളി എടുത്തു. അടുത്ത ഒരു 2 വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചെറുതീയിൽ തന്നെ വെച്ചുകൊണ്ട് ഗോൾഡൻ കളർ വരെ ഒന്ന് ഇളക്കി, അത് കഴിഞ്ഞപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഇറച്ചി മസാല. ആ മീറ്റ് മസാല അല്ലാതെ ഞാൻ വേറെ ഒന്നും ഇതിലിട്ടിട്ടില്ല. ഇനി അത് സിമ്മിൽ തന്നെ വെച്ചോണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി മൂത്ത് വരണം. അപ്പം ആ കറി ശരിക്കും ആ മസാലയെല്ലാം ഒന്ന് മൂത്ത് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് അല്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിക്കരുത് പ്ലീസ്. ഇതിനകത്തോട്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ടേസ്റ്റായി. അപ്പോൾ വെന്ത കിഴങ്ങിലേക്ക് നമുക്കിത് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ കറി ആകെ മസാലയ്ക്കകത്ത് കടന്ന് വീണ്ടും നല്ല രീതിയിൽ തിളച്ചൊന്ന് കുറുകി വരണം. സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഓപ്ഷനിലാണ്. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. പിന്നെ ചാറ് ഇച്ചിരി നല്ലതായിട്ട് ചാറ് വേണ്ടവർക്ക് ചാറ് കൂട്ടാം. ചാറ് കൂട്ടും കുറച്ച് മതിയെങ്കിൽ ചാറ് കുറച്ചായിട്ട് എടുത്താൽ മതി. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ചാറ് ഇച്ചിരി നല്ലതായിട്ട് വേണ്ടവരായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് അല്പം ചാറും കൂടെ കൂട്ടാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളമാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ കാരണം ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ കുറുകും. അടിപൊളി നമ്മുടെ കിഴങ്ങ് കറി ഇത് ടേസ്റ്റോട് കൂടി റെഡിയായി. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. മഞ്ഞൾപ്പൊടി, ഉപ്പും മീറ്റ് മസാലയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാം.